നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ കണ്ട ജപ്പാനെക്കുറിച്ചുള്ള വിവരണങ്ങൾ തന്ന വീഡിയോകളിൽ 17ാമത്തതും അവസാനത്തേതുമായ എപ്പിസോഡാണ് ഇത്. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്നും, അതായത് ഒസാക്കയിൽ നിന്നും തിരിച്ച് ടോക്കിയോയിൽ എത്തേണ്ടതായിട്ടുണ്ട്. കാരണം ടോക്കിയോയിലെ നരിറ്റ എയർപോർട്ടിൽ നിന്നും നാളെ രാവിലെ 9:45 ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട് താണ്ടേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ജപ്പാനിലെ ചെറി ബ്ലോസം നിറഞ്ഞിരുന്ന ഒരു പാർക്കും അതിനോടനുബന്ധപ്പെട്ട ചില കാഴ്ചകളോടെ ആയിരുന്നില്ല അവസാനിപ്പിച്ചത്. നമുക്ക് യാത്ര തുടരാം. ഇന്നത്തെ ദിവസം തുടക്കം മുതൽ തന്നെ മഴയായിരുന്നു. പക്ഷേ ഈ മഴ ഞങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നുണ്ട്. അരാഷിയാമയിലെ മുളം കാടുകൾക്ക് അടുത്തുള്ള കുന്നിൻ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബുദ്ധക്ഷേത്രം ഇവിടെയുണ്ട്. ക്ഷേത്രാങ്കണത്തിന് ചുറ്റുമുള്ള മലഞ്ചെരുവിൽ 1200 പായൽ മൂടിയ റാക്കൻ പ്രതിമകൾ ഒരു പ്രശസ്തമാണ് ജപ്പാനിൽ. ആ പ്രതിമകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 766 ടോക്കിയോയിലെ ജിയോൺ ജില്ലയ്ക്ക് ചുറ്റും ഷാറ്റേക്കു ചക്രവർത്തിയാണ് ഈ പ്രതിമ സ്ഥാപിച്ചത്. കാമോ നദിയിലെ വെള്ളപ്പൊക്കത്തിൽ ഒരു കാലത്ത് നശിച്ചു പോയെങ്കിലും അടുത്തുള്ള ക്ഷേത്രത്തിന്റെ ഒരു ശാഖയായി ഇത് പുനർനിർമ്മിച്ചു. 13ാം നൂറ്റാണ്ടിന്റെ ആഭ്യന്തര യുദ്ധത്തിൽ ഇത് വീണ്ടും നശിപ്പിക്കപ്പെട്ടു. കാലക്രമേണ ക്ഷേത്രം ജീർണാവസ്ഥയിലാവുകയും 1922 ക്ഷേത്ര കെട്ടിടത്തിന്റെ പ്രധാന സംരക്ഷണത്തിനുള്ള ശ്രമത്തിൽ ഇത് പുതുക്കിപ്പണിയുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പോയത് തെക്കൻ ക്യോട്ടോയിലെ ഒരു പ്രധാന ഷിൻഡോ ദേവാലയമാണ് ഫുഷിമി ഇനാരി ദേവാലയം. ആയിരക്കണക്കിന് വെർമിലിയൻ ഓറഞ്ച് കളറുള്ള തൂണുകൾ കൊണ്ടുള്ള ഗേറ്റുകൾക്ക് ഇത് അതിപ്രശസ്തമാണ്. അവിടേക്ക് പോകുന്ന വഴിയാണിത്. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. മഴയുണ്ട് എങ്കിൽ കൂടി ആൾത്തിരക്ക് യാതൊരു കുറവുമില്ല. ഇരു സൈഡുകളിലും നമ്മുടെ നാട്ടിലുള്ള ദേവാലയങ്ങളിൽ കാണുന്ന പോലെ തന്നെ കടകളും കച്ചവടങ്ങളും തകൃതിയായി നടക്കുന്നു. കൂടുതലും ഭക്ഷണ സാധനങ്ങളുടെ കടകളാണ് എനിക്ക് കൂടുതലും കാണാൻ സാധിച്ചത്. ടോക്കിയോയിലെ അല്ലെങ്കിൽ ജപ്പാനിലെ നാടൻ ഭക്ഷണങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ആസ്വദിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്താണ് കിട്ടുന്നതെന്ന് ഒരു തീർച്ചയുമില്ല. നമുക്കറിയാതെ കൈകടത്തുന്നത് ശരിയല്ലല്ലോ. നമ്മൾ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ കണ്ട ഒരു കാഴ്ചയാണിത്. മുളകൾ കൂടി വരുന്ന ചൂടുവെള്ളത്തിൽ കൈകാലുകൾ ശുദ്ധമാക്കുന്നത്. അതിനുശേഷം മഴ ഉണ്ടായിരുന്ന കാരണം എല്ലാവരും കുട കരുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മഴ ഇപ്പോഴും എനിക്കൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ കുടയൊന്നും എടുത്തിട്ടില്ല എങ്കിൽ കൂടി എൻ്റെ ഷൂട്ടിങ് വ്യക്തമായിട്ടും കാര്യമായിട്ടും നടക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 233 മീറ്റർ ഉയരമുള്ള ഇനാരി എന്നും പേരുള്ള ഒരു പർവ്വതത്തിന്റെ അടിത്തട്ടിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ 4 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന നിരവധി ചെറിയ ദേവാലയങ്ങളും അതിലേക്കുള്ള പാതകളും ഉൾപ്പെടെയാണ് ഇതിന്റെ ഗ്രൗണ്ടുകളും മറ്റും. ഇനാരി യഥാർത്ഥത്തിൽ അരിയുടെയും കൃഷിയുടെയും പ്രതീകമായി തുടരുന്നു ജപ്പാൻകാർ. എന്നാൽ ജപ്പാനിലെ വ്യാപാരികൾ ഇനാരിയെ ബിസിനസിന്റെ രക്ഷാധികാരിയായി ആരാധിക്കുന്നു. ഈ ക്ഷേത്രം ഏകദേശം 10,000 ടോറികൾ ഒരു ജപ്പാനീസ് ബിസിനസ്സുകാരൻ സംഭാവന ചെയ്തതാണ്. ടോറികൾ എന്ന് പറഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ചില ഗേറ്റുകളാണ് പ്രധാനപ്പെട്ട കാര്യം. ഓറഞ്ച് കളറിലുള്ള ഗേറ്റുകളാണ് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ആകർഷകമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനാരിയുടെ വിഭജനത്തിന്റെയും പുനഃപ്രതിഷ്ഠയുടെയും ജനപ്രീതി കാരണം ഈ ദേവാലയത്തിന് ജപ്പാനിലുടനീളം 32,000 അതായത് 32,000 ഉപദേവാലയങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ടോറി അല്ലെങ്കിൽ ഗേറ്റിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആകർഷകമായ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കടന്നു കഴിഞ്ഞു വന്നത്. ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് ഇവിടെ ചെറിയ ദേവാലയം, മറ്റ് ചില പൂജാതി കർമ്മങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഹിയാൻ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഈ ദേവാലയത്തിന് സാമ്രാജ്യത്വ സംരക്ഷണം ലഭിച്ചു. ഇനാരി ദേവാലയം ഉൾപ്പെടെ 16 ആരാധനാലയങ്ങൾക്കാണ് ആകെ സംരക്ഷണം ലഭിച്ചത്. 1871 മുതൽ 1946 വരെ ഫുഷിമി ഇനാരി എന്ന പേരിൽ സർക്കാർ പിന്തുണയ്ക്കുന്ന ആരാധനാലയങ്ങളുടെ 1ാം റാങ്കിൽ ഈ ക്ഷേത്രം നിലകൊണ്ടു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മിക്ക ഷാൻഡോ ആരാധനാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഫുഷിമി ഇനാരി ക്ഷേത്രം, അതായത് നമ്മളിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രം സാധാരണ ഇനാരി ആരാധനാലയങ്ങൾക്ക് അനുസൃതമായി പ്രധാന ആരാധനാ വസ്തു തുറന്ന കണ്ണാടിയാണ്. ഞങ്ങളുടെ മടക്കയാത്രയിൽ, ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള മടക്കയാത്രയിൽ ക്ഷേത്രാങ്കണത്തിൽ കണ്ട 2 യുവതികളുമായി എടുത്ത സെൽഫി ഫോട്ടോയുടെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടു പറഞ്ഞത്. ഞങ്ങളുടെ സഹയാത്രികനായിരുന്നു അദ്ദേഹം.
നമ്മുടെ നാട്ടിൽ അതുപോലൊരു സന്ദർഭത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്ഷേത്രത്തിലെ ആ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പുറപ്പെടുന്ന വഴിയാണ് ഇത് കണ്ടത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഫുഡ് ഐറ്റംസ് എല്ലാം തട്ടുകടകളാണ് ധാരാളം കാണാൻ സാധിച്ചത്. അതിനുശേഷം മടക്കയാത്രയിൽ, അതായത് ടോക്കിയോയിലേക്കുള്ള മടക്കയാത്രയിൽ ഞങ്ങൾ എത്തിയത്, ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. നീണ്ട യാത്രയാണ് രാവിലെ ക്യോട്ടോയിൽ നിന്നും ടോക്കിയോയിലേക്ക്. അതുകൊണ്ട് നീണ്ട അവധിയും റെസ്റ്റും ഞങ്ങൾക്ക് വേണമെന്ന് എല്ലാവരും തീരുമാനിച്ചതിൻ്റെ പേരിലാണ് ഏകദേശം 1 മണിക്കൂറോളം സമയം ഞങ്ങൾക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ ചെലവഴിക്കാൻ കിട്ടി. ഇവിടെ പറ്റിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പാനീയങ്ങൾ, ചായ, കോഫിയോടൊപ്പം തന്നെ ചിലതൊക്കെ ഷോപ്പിംഗ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങളും മറ്റു പലതും ഉണ്ടായിരുന്നു. എല്ലാത്തിനും ശേഷം ഞങ്ങൾ ഞങ്ങളുടെ മടക്കയാത്ര വീണ്ടും ബസ്സിലേക്ക് കയറി യാത്ര തുടരുകയാണ്. രാവിലെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മുതൽ ഉള്ള മഴയാണ്. വലിയ രീതിയിൽ അത് യാത്രയെ തടസ്സപ്പെടുത്തുന്നില്ല എങ്കിൽ കൂടി ചെറിയ ചാറ്റമഴ തുറന്നുകൊണ്ടേയിരുന്നു. സൂപ്പർ മാർക്കറ്റിലെ റെസ്റ്റിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. മെയിൻ റോഡിലേക്കാണ് ഞങ്ങൾ കയറുന്നത്. ഇതാണ് ഹൈവേ, സ്പീഡ് ഹൈവേയിലേക്കാണ് കയറുന്നത്. മഴ ഇപ്പോഴും ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിദഗ്ധനായ നമ്മുടെ ഡ്രൈവർ നമ്മളെ സേഫ്റ്റി ആയിട്ട് യാത്ര ചെയ്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹം വളരെ പക്വതയോടുകൂടി നമ്മൾ യാത്ര ചെയ്യുന്നു. വളരെ പരിചയസമ്പന്നനായ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് വളരെ സന്തോഷകരമായിട്ട് മാത്രമേ നമുക്ക് സ്വീകരിക്കാനൊക്കൂ. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, അത് ഞങ്ങളോട് പറഞ്ഞു. അതായത് ഈ യാത്ര ഈ റോഡ് വഴി തുടരുകയാണെങ്കിൽ കുറേ കിലോമീറ്റർക്ക് അപ്പുറം ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അത് കാരണം അവിടെ 2 മണിക്കൂർ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആയതുകൊണ്ട് മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് അദ്ദേഹം മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞു മറ്റു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ സ്പീഡ് ഹൈവേ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പാതയിലേക്ക് അദ്ദേഹം കയറി യാത്ര തുടരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ യാത്രയിലും ഈ പാതയെ തിരഞ്ഞെടുത്താലും നമ്മൾ ആദ്യം ഉദ്ദേശിച്ച സമയത്തിനേക്കാൾ ഏകദേശം 1 മണിക്കൂർ താമസിക്കാൻ സാധ്യതയുണ്ട്. സാരമില്ല, 2 മണിക്കൂർ നേരം ആക്സിഡന്റ് സ്പോട്ടിൽ കിടക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇത് എന്ന് ഞങ്ങളെല്ലാവരും കരുതി. മാത്രമല്ല, പ്രധാന പാത വിട്ട് മറ്റു ജനവാസ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ ജപ്പാന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാൻ വീണ്ടും നമുക്കൊരു അവസരം കൂടി കിട്ടുമല്ലോ. നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ജപ്പാനിലെ ഗിഫു പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് തകയാമ. അവിടെ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡോ കാലഘട്ടത്തിലെ തെരുവുകൾക്കും പരമ്പരാഗത വസ്തുവിദ്യയ്ക്കും ആകർഷകമായ സാംസ്കാരിക പൈതൃകത്തിനും ഈ ഗ്രാമം വളരെ പ്രശസ്തമാണ്. മനോഹരമായ ഭൂപ്രകൃതിയുടെ അതുല്യമായ സംസ്കാരം, പരമ്പരാഗത വാസ്തുവിദ്യ, പാചക ആനന്ദങ്ങൾ, 100 കണക്കിന് വർഷങ്ങളായി തുടങ്ങുന്ന ഉത്സവ ആഘോഷങ്ങൾ എന്നിവയ്ക്കെല്ലാം വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഇത്. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ക്യാപ്റ്റനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തികച്ചും ഒരു ജാപ്പാനി ഫുഡായിരിക്കും ഇന്ന് നമുക്ക് കഴിക്കാൻ കിട്ടുന്നത്. അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, ഓർഡർ കൊടുത്തിരിക്കുന്നതും. എന്താണ് ഓർഡർ കൊടുത്തിരിക്കുന്നതെന്നും എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്നും കുറിച്ചുള്ള യാതൊരു ഐഡിയയുമില്ല. നോക്കാം എന്താണ് കിട്ടുന്നതെന്ന്. ഏതായാലും മനുഷ്യർ കഴിക്കുന്ന ആഹാരമായിരിക്കുമല്ലോ ഇവിടെ. ഇത് ഒരു ഹോട്ടൽ സമുച്ചയമാണ്. ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകൾ, ആഹാര സാധനങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ ഷോപ്പുകൾ ധാരാളമായിട്ട് ഇവിടെയുണ്ട്. എല്ലാം തത്സമയം തന്നെ തയ്യാറാക്കി കൊടുക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരുന്ന ഹോട്ടലും അതിൻ്റെ ഇരിപ്പിടത്തിലും ഞങ്ങൾ എത്തി. ഒരു ചെറിയ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഓർഡർ കൊടുത്തിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഞങ്ങളുടെ മേശപ്പുറത്ത് എത്തി. അതിൽ വെജിറ്റേറിയനും ഉണ്ടായിരുന്നു, നോൺ വെജിറ്റും ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ നോൺ വെജിറ്റാണ് ഈ കാണുന്നത്. ഇതാണ് നോൺ വെജ്. ഇദ്ദേഹം കഴിക്കുന്നത് വെജിറ്റേറിയൻ. ഇങ്ങനെ 2 തരത്തിലുള്ള ഫുഡ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇതിനോടകം തന്നെ ഞങ്ങളിൽ പലരും, അതായത് ജാപ്പാനീസ് ഭക്ഷണ രീതികൾ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പലരും ആ കാര്യത്തിൽ വിജയിച്ചിട്ടും ഉണ്ടായിരുന്നു. നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഞങ്ങൾക്ക് ജാപ്പാനിലെത്തിയതിൻ്റെ സവിശേഷതകൾ. ഇനിയിപ്പോൾ നാട്ടിൽ ചെന്നാലും കൈകൊള്ളൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാനുള്ള ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതിന് അടുത്ത ദിവസം രാവിലെ 6 മണി. ഞങ്ങൾക്ക് രാവിലെ 6:30 ഹോട്ടലിൽ നിന്നും പുറപ്പെട്ട് 7 മണിക്ക് എയർപോർട്ടിലെത്തുകയും 9:30 ഫ്ലൈറ്റ് എടുക്കുകയും വേണം. ആയതിനാൽ രാവിലെ തന്നെ എല്ലാവരും തയ്യാറായി. എല്ലാവരും വളരെ സന്തോഷത്തിലും ആഘോഷത്തിലുമാണ്. ഞങ്ങളുടെ ജപ്പാൻ യാത്ര സന്തോഷകരമായി പൂർത്തീകരിച്ചതിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ രാവിലെ എയർപോർട്ടിലേക്കുള്ള യാത്രയായി. ടെർമിനൽ 2-ൽ എത്തി. ഞങ്ങളുടെ ലഗേജൊക്കെ കളക്ട് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ടെർമിനലിലേക്ക് കയറിയത്.
അവസാനമായി നമ്മുടെ ഡ്രൈവർ, അതായത് ക്യാപ്റ്റനോട് വിട പറയുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചാർലി, ഈ ട്രിപ്പ് നടത്തിക്കൊണ്ടിരുന്ന മെയിൻ വ്യക്തികളിൽ ഒരാളാണ് ചാർലി. അദ്ദേഹത്തിന്റെ അച്ഛനാണ് വിൻസെന്റ് ആണ് അദ്ദേഹം. അച്ഛനും മകനും കൂടിയാണ് ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നത്, ഇത് നടത്തുന്നത്. അവർ രണ്ടുപേരും ക്യാപ്റ്റനോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ എല്ലാവരും ടെർമിനലിലേക്ക് വന്നു. ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന കൗണ്ടറിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇത് ശ്രീലങ്കൻ എയർലൈൻസ് ആയിരുന്നു ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരുന്നത്, നരിറ്റ എയർപോർട്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് കൊളംബോയിലേക്കാണ്. കൊളംബോയിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് എടുത്തു വേണം ഞങ്ങൾക്ക് കൊച്ചിയിലേക്ക് വരാൻ വേണ്ടി. എയർക്രാഫ്റ്റിലേക്ക് ബോർഡാകുകയാണ് നരിറ്റ ശ്രീലങ്കൻ എയർലൈൻസിലേക്ക്, നരിറ്റ എയർപോർട്ടിൽ നിന്നും. ഇവിടെ നിന്ന് ഏകദേശം 6.5-7 മണിക്കൂറിനത്തെ യാത്രയുണ്ട് കൊളംബോയിലേക്ക്. ഫ്ലൈറ്റ് ബോർഡായി കഴിഞ്ഞു. നല്ല സുന്ദരമായ രീതിയിൽ ഒരു ടേക്ക് ഓഫ്. നരിറ്റ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ്. അതിമനോഹരമായൊരു കാഴ്ചയല്ലേ. 7 മണിക്കൂർ നേരത്തെ യാത്ര ഉണ്ടെങ്കിൽ തന്നെയും യാത്രക്കാരെ മുഷിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ എയർക്രാഫ്റ്റിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം താമസിക്കാതെ 7 മണിക്കൂർ ശേഷം ഞങ്ങൾ കൊളംബോയിലെത്തി. കൊളംബോയിലെ ലാൻഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മേഘം കൊണ്ട് മൂടി കിടക്കുകയായിരുന്നു ആകാശം കംപ്ലീറ്റ്. എങ്കിലും നല്ല സ്മൂത്തായ ഒരു ലാൻഡിങ് ഞങ്ങൾക്ക് കിട്ടി. എയർക്രാഫ്റ്റിൽ നിന്നും എല്ലാവരും ഇറങ്ങുന്ന ശ്രമത്തിലാണ്. കൊളംബോ എയർപോർട്ട്. വെൽക്കം ടു കൊളംബോ. ഞങ്ങൾ കൊളംബോയിലെത്തി. ഇനി ഇവിടുന്ന് കുറച്ച് താമസിച്ച് മാത്രമേ ഞങ്ങൾക്ക് നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളൂ. അടുത്ത ഫ്ലൈറ്റ് നാളെ രാവിലെയാണ്. ഇത് കൊളംബോ എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞു. കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ നമ്മൾ കയറി കഴിഞ്ഞു. ഇനി ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ നാടായ ഇന്ത്യയിൽ, കേരളത്തിൽ, കൊച്ചിയിൽ എത്തും. ഇവിടുന്നും അതിശയകരമായ വളരെ സ്മൂത്തായ ഒരു ടേക്ക് ഓഫ്. ആകാംക്ഷയോടെ ഇരിക്കുകയാണ് കൊച്ചി എയർപോർട്ടും അതിൻ്റെ പരിസരങ്ങളും കാണാൻ വേണ്ടി. ഈ ഒരു എപ്പിസോഡോടുകൂടി എൻ്റെ ജപ്പാൻ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ ചിത്രങ്ങളും എല്ലാ വീഡിയോകളും അവസാനിക്കുകയാണ്. എൻ്റെ എല്ലാ വീഡിയോകളും എൻ്റെ മാന്യപ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളിലെ വിശേഷണങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.